നമസ്കാരം. അപ്പൊ അങ്ങനെ കണ്ടന്റ് വേണ്ടിയിട്ട് യൂട്യൂബ് മൊത്തം അരിച്ചു നോക്കി, പ്രത്യേകിച്ച് നല്ല കണ്ടന്റുകളൊന്നും വന്നിട്ടില്ല. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് കൂടി അങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വലുതൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം രാത്രിയായപ്പോൾ ഞാൻ വെറുതെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് പരിധി നോക്കി. ഫേസ്ബുക്കിൽ ഏതെങ്കിലും കണ്ടന്റ് കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പരിധി നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവിടെ ഒരു പാട്ട് കണ്ടു. പാട്ടെന്ന് വെച്ചാൽ ഒരു ക്രിസ്തീയ ഗാനമാണ്. ആ ഗാനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിക്കൊണ്ട് മറ്റൊന്നും കൊണ്ടല്ല, അത് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സന്തോഷ് പണ്ഡിറ്റാണ് പാടിയിരിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റും ധനുഷ അനിൽ എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്ന് പാടിയ ഒരു ആൽബമാണ്. മനസ്സിലായോ? പിന്നീട് യൂട്യൂബിൽ കിടക്കുന്ന ഒരു ക്രിസ്തീയ ഗാനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പാട്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ സന്തോഷ് പണ്ഡിറ്റ് പാടി ഈ തുടക്കം ഞാൻ കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടായിരുന്നത്. കാരണം സന്തോഷ് പണ്ഡിറ്റ് ഇതിന് മുമ്പ് പാടിയതൊന്നും എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാനതൊരു തമാശ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. മനസ്സിലായോ? കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത്. പക്ഷെ ഈ പാട്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ ഇത് മുഖം കണ്ടപ്പോ തന്നെ ഞാൻ കരുതി സംഭവം ഇതും പാടിക്കൊളാക്കി കാണും എന്ന് കരുതി ഞാൻ പാടി. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് വേറെ ഏതോ ലെവലിലേക്ക് പോയതുപോലെ എനിക്ക് ആ പാട്ട് കണ്ടപ്പോൾ തോന്നിയിട്ട് വളരെ കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് അത് പാടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം അതിന്റെ കുറച്ച് ഭാഗങ്ങളെ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം. ഓക്കെ. മഞ്ഞു പെയ്യുന്നൊരു രാവിൽ, മരം കോച്ചുന്ന പാതിരാവിൽ, മഞ്ഞിൽ മനുജന കന്യക സുനുവായി ദേവസുതൻ പിറന്നേ, ബദലേമിൽ ഉണ്ണിയേശു പിറന്നേ. മഞ്ഞു പെയ്യുന്നൊരു രാവിൽ, മരം കോച്ചുന്ന പാതിരാവിൽ, മഞ്ഞിൽ മനുജനായി കന്യക സുനുവായി ദേവസുതൻ പിറന്നേ, ബദലേമിൽ ഉണ്ണിയേശു പിറന്നേ. ഹല്ലേലൂയ പാടാൻ വായോ 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 വനദൂതരേ, താളത്തില് കഞ്ചത്തിലാടിവ താരകളെ. ഹല്ലേലൂയ പാടാൻ വായോ 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 വനദൂതരേ, തകതിമി താളത്തില് കഞ്ചത്തിലാടിവ താരകളെ, കഞ്ചത്തിലാടിവ താരകളെ. കേട്ടോ? അതായത് തുടക്കം അതിലെ ലാസ്റ്റ് വരുന്ന അതിന് മഞ്ഞു പെയ്യുന്നൊരു രാവിൽ. അതിന്റെ തുടക്കം എങ്ങനെയാണ്? മഞ്ഞ് പെയ്യുന്നൊരു രാവിൽ, മരം പൂച്ചുന്ന പാതിരാക്കളി, അങ്ങനെ എന്തുവാണ് അതിന്റെ തുടക്കം. അപ്പോ ഇതില് ലാസ്റ്റ് വരുന്ന ഒരു വരി ഉണ്ടല്ലോ, എന്താണ്, ഹല്ലേലൂയ പാടാൻ വായോ വായോ എന്ന് പറഞ്ഞല്ല, ഹല്ലേലൂയ പാടാൻ വായോ 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 താരകളെ. ആ ഒരു വരി സത്യം പറഞ്ഞാൽ ആ ഒരു വരി വളരെ ഹൃദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി കേട്ടോ. നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ പല കാര്യങ്ങളോടും ഞാൻ എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളോടും എനിക്കിതൊരു കോമാളിയായിട്ട് പല കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങൾ നല്ലതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോ പാട്ടിന്റെ കേസിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ആക്ടിങ് ആയിക്കോട്ടെ, പുള്ളിയുടെ പാട്ടായിക്കോട്ടെ, പുള്ളിയുടെ ഡയറക്ഷൻ ആയിട്ടില്ല, അതിലൂടെയൊക്കെ എനിക്കൊരു തമാശയെ തോന്നിയിട്ടുള്ളൂ. ഏതോ ഒരു മണ്ടൻ കാണിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പാട്ട് ആ പുള്ളിയെ കൊണ്ട് അങ്ങനെ പാടിപ്പിച്ച ആളെ സമ്മതിക്കണം കേട്ടോ. ഈ പാട്ട് പുള്ളി അത്രയ്ക്ക് വളരെ ഹൃദ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി തോന്നും. ആ പാടിയ പെൺകൊച്ചു വരെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളുടെ കണ്ടിട്ട് സംസാരിക്കാം. മാമുണ്ട് മാമരത്തിൽ, മാമുണ്ട് മാമരത്തിൽ കുറുകും രാക്കിളിക്കൂട്ടങ്ങളെ, തേനുണ്ട് പൂവിനുള്ളിൽ മയങ്ങും ചേരഴും പൂമ്പാറ്റയെ, താളത്തിലാടിടന്ന താരത്തിൻ ഇണമിരാവിൽ മൂളാം, താളത്തിലാടിടന്ന താരത്തിൻ ഇണമിരാവിൽ മൂളാം. ഹല്ലേലൂയ പാടാൻ വായോ 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 വനദൂതരേ, തകതിമി താളത്തില് കഞ്ചത്തിലാടിവ താരകളെ, കഞ്ചത്തിലാടിവ താരകളെ. ലല്ലാ ലാ 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 ലാ, ലല്ലാ ലാ 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 ലാ, ലല്ലാ ലാ 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 ലാ, ലല്ലാ ലാ 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 ലാ. ഇതാണ്. ഇതിന് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് വളരെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ഇത് എവിടെയാണ് ഞാൻ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ ഡെവോഷണൽ സോങ് മലയാളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് പേജ് ഉണ്ട്. അതിനകത്താണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്. ഈ വരികൾ എഴുതിയിരിക്കുന്നത് ഒരു ഫാദറാണ്, ഫാദർ പൗൾ മനയംപിള്ളി.
ഫാദർ പൗൾ മനയംപിള്ളി എന്ന് പറയുന്ന ഒരു ഫാദറാണ് ഈ ലിറിക്സും ഈ പറയുന്ന ഇതിന്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സൂപ്പറായിട്ട് ചെയ്തതിന് മാത്രമല്ല സന്തോഷ് പണ്ഡിറ്റിനെ കൊണ്ട് സൂപ്പറായിട്ട് പാടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയണം. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പാടുമ്പോൾ പലപ്പോഴായിട്ട് പിന്നെ അവതാളങ്ങളും ഈ പറയുന്ന വെള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ ഇതിൽ അങ്ങനെ വെള്ളിയൊന്നും വന്നിട്ടില്ല. സൂപ്പറായിട്ട് സന്തോഷ് പണ്ഡിറ്റ് അതിൽ പൂർണ്ണമായി ലയിച്ചുകൊണ്ട് ആ പാട്ട് പാടി എന്നുള്ളത് എടുത്തു പറയണം. അതുപോലെ തന്നെ ഇതിൽ പാടിയിരിക്കുന്നത് ധനിഷ അനിലും സന്തോഷ് പണ്ഡിറ്റുമാണ് പാടിയിരിക്കുന്നത്. ഇതൊരു ആൽബമാണ്. ഈ ആൽബത്തിന്റെ പേര് ലവിങ് ലോർഡ് ജീസസ് എന്ന് പറയുന്ന ഒരു ആൽബത്തിലാണ് ഇവരിത് പാടിയിരിക്കുന്നത് കേട്ടോ. ഈ പാട്ട് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം. ഇനി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ഇത് കാണുന്നില്ല. യൂട്യൂബിനകത്ത് ഇത് കാണുന്നില്ല. വേറെ ഏതെങ്കിലും പേരിൽ ഇട്ടിട്ടുണ്ടോ അറിയത്തില്ല. ഇത് ആ ഫേസ്ബുക്കിലാണ് ഇത് കണ്ടത്. ആ ഫേസ്ബുക്കിൽ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2.1 മില്യൺ എന്തോ പിന്നീട് എന്തായിട്ടുണ്ട് റീച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് മില്യൺ അടിച്ച് ഒരു ഇതാണ്. ഏതാണ്ട് ഒരാഴ്ചത്തോളം ആയിട്ടേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ട് കമന്റ് സെക്ഷനൊക്കെ നോക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ടുള്ള കമന്റുകളാണ് കാണുമ്പോൾ ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ ഈ ഒരു പിന്നെ ആൽബം ഇറങ്ങിയിട്ടുള്ളത്. ക്രിസ്ത്യൻ ഡെവോഷണൽ സോങ് മലയാളം എന്ന് പറയുന്ന അവരുടെ ആ പേജിലാണ് ഇത് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പോയി കാണുകയും അത് കണ്ടു നോക്കുക. സന്തോഷ് പണ്ഡിറ്റ് വേറൊരു ലെവലായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ പാട്ടുകൾ പാടി നമ്മളെ ഞാൻ ആ പാട്ടുകൾ കണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു വളരെ മുഷിച്ചിരുന്നു. അതായത് എനിക്ക് ആ പാട്ടുകളൊന്നും സന്തോഷ് പണ്ഡിറ്റ് മുമ്പുള്ള പാട്ടുകളായിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, പല കാര്യങ്ങളും പുള്ളി പറയുന്ന അബദ്ധങ്ങളും ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പല കാര്യങ്ങളും നമ്മളാരും ശ്രദ്ധിക്കാത്ത, നമ്മളാരും ചിന്തിക്കാത്ത തലത്തിൽ സന്തോഷ് പണ്ഡിറ്റ് പറയുകയും ചെയ്തു. അബദ്ധങ്ങളും പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളും പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു പാട്ടിന്റെ കലാപരമായിട്ടുള്ള രീതിയിൽ പുള്ളി എപ്പോഴും സീറോ ആയിരുന്നു മനസ്സിലായി. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ചിലപ്പം ആക്ടിങ്ങോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ ആക്ടിങ് സ്കില്ലോ അല്ലെങ്കിൽ ഡയറക്ഷൻ സ്കില്ലോ അല്ലെങ്കിൽ പാടാനുള്ള സ്കില്ലോ ഒന്നും സന്തോഷ് പണ്ഡിറ്റിന് ഇല്ല. ഒരു കോമാളിയെ പോലെ ഞാൻ ഈ രംഗത്ത് ഈ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു മനുഷ്യനാണ്. നമുക്കറിയാം സന്തോഷ് പണ്ഡിറ്റ് ഒരുപാട് കിട്ടുന്ന പൈസകളെല്ലാം ഇപ്പം ഇതിൽ നിന്ന് വല്ല വരുമാനം കിട്ടിയെങ്കിൽ തന്നെ പുള്ളി എന്ത് ചെയ്യും, ഈ പല പാവപ്പെട്ടവർക്ക് അവർക്കൊക്കെ മറ്റുള്ളവരെ കാണിക്കുക എന്തോ ആയിക്കോട്ടെ പുള്ളി സഹായിക്കുന്നുണ്ട്. പുള്ളിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ടൊക്കെ ഈ പറയുന്ന പലരും ഈ പല വേദിയിലും വിളിച്ചു വരുത്തി പുള്ളിയെ മനഃപൂർവ്വം എന്ത് ചെയ്തു, അപകീർത്തി പുള്ളിയെ മനഃപൂർവ്വം കളിയാക്കിക്കൊണ്ട് പലരും വ്യൂസ് ഉണ്ടാക്കാനും അവരുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാനൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പിന്നെ പണ്ടൊക്കെ അതെല്ലാവരും ആസ്വദിച്ചെങ്കിൽ പിന്നെ സന്തോഷ് പണ്ഡിറ്റിന് ഒരുപാട് ആരാധകർ കയറി വന്നു. അതിനുശേഷം സന്തോഷ് പണ്ഡിറ്റിനെ എന്ത് ചെയ്തു, ഒരു വീരപുരുഷനായിട്ട് ആരാധകരൊക്കെ പൊക്കിക്കൊണ്ടുവന്ന ചരിത്രമാണ് പിന്നെയുള്ളത്. ഞാൻ ഇതിലൊന്നും ഇതൊന്നും കാണിക്കാതെ ഇതിട്ടില്ല. ചില കാര്യങ്ങൾ പുള്ളി വരുന്ന മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ വളരെ ബ്രില്യന്റ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ പാട്ട് പാടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി സന്തോഷ് പണ്ഡിറ്റ് മറ്റെവിടെയോ ആയിപ്പോയി, മറ്റാരോ ആയിപ്പോയി, മറ്റേതോ ലെവലിലേക്ക് പെട്ടെന്ന് പുള്ളിയിൽ ഒരു 4-5 ലെവൽ കയറി നിൽക്കുന്നത് പോലെ നമ്മൾ മോഹൻലാൽ അതിന് ആ കമന്റുകളിൽ കാണുന്നുണ്ട്. മോഹൻലാൽ പാടുന്നതിനെയും കാട്ടി സൂപ്പറായിട്ട് സന്തോഷ് പണ്ഡിറ്റ് പാടി എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞ സത്യമാണ് കേട്ടോ. ഈ പാട്ട് ഒരു കാരണവശാലും നമുക്ക് ഒരിക്കലും ആർക്കും ഒന്നും അതിനകത്തൊരു കുറ്റം പറയാൻ പാടില്ല. അത്രയ്ക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള അതിന്റെ സംഗീതമായിക്കോട്ടെ, അതിന്റെ വരികളായിക്കോട്ടെ, പാടിയ രണ്ടുപേരായിക്കോട്ടെ വളരെ സൂപ്പറായിട്ട് പാടിയിട്ട് നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.